ഇന്നൊരു പൊരിച്ച കോഴി ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം ജീര റൈസ് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ മാറ്റി വെക്കുക. അതിനുശേഷം പാത്രത്തിൽ വെള്ളം ചൂടാകുമ്പോൾ സ്പൈസസ്, ഉപ്പ്, നെയ്യ് ഇതൊക്കെ നന്നായി ആഡ് ചെയ്യുക. വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ അരി അതിലേക്ക് ഇട്ടെടുക്കുക. ഞാനിവിടെ 3 ഗ്ലാസ് അരിയും അതുപോലെ 6 ഗ്ലാസ് വെള്ളവുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് അത് അടച്ച് വെക്കുക. ഒരു 20 മിനിറ്റ് വരെ അത് അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. റൈസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് വേവൊക്കെയാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ ടൈം ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് നാരങ്ങ നീര് ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. 15 മിനിറ്റ് അതിൽ കൂടുതലോ മാറ്റി വെക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ചിക്കനും ഒരുമിച്ചിടാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ 2 തവണയായിട്ടാണ് ഇട്ടത്. ഇനി മസാല തയ്യാറാക്കിയെടുക്കാം. പാത്രത്തിൽ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അന്ന് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് തക്കാളി 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ആ 3 തക്കാളിയും കൂടി ഇട്ട് വഴറ്റി അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചാൽ മതി. തക്കാളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/4 ഭാഗം നമ്മൾ കൈകൊണ്ട് പൊടിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഭാഗം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. പിന്നെ മല്ലിയില, പുതിനയില ആഡ് ചെയ്യാം. അപ്പോൾ പുതിനയില ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി കുറച്ച് നാരങ്ങ നീരും അതിലേക്ക് ചേർക്കുക. പിന്നെ കുറച്ച് തൈരും. അപ്പോൾ നന്നായി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാല ഇടുക. പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് അടച്ചു വെക്കണം. ഫ്ലെയിം കുറച്ചാണ് അടച്ചു വെക്കേണ്ടത്. ഇനി അതൊന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി. അപ്പോൾ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിൻ്റെ പരിപാടി നോക്കാം. ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെക്കുക. ബാക്കിയുള്ള ചിക്കനിലേക്ക് റൈസ് മുകളിലായി ഇട്ട് കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഒനിയൻ അതിൻ്റെ മുകളിൽ വിതറുക. അതിനുശേഷം മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ അതിൻ്റെ മുകളിൽ വെക്കുക. മല്ലിയിലയും കുറച്ച് ആഡ് ചെയ്യുക. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി വീണ്ടും അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ മുകളിലായി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ, അതുപോലെ മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ആഡ് ചെയ്ത് അതൊന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ അടച്ച് വെക്കാൻ. അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വിളമ്പാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ പാത്രം മാറ്റി വെച്ചതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.